നമ്മൾ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ് നാം എല്ലാവരും നമ്മൾ. പലർക്കും പല പ്രതീക്ഷകളായിരിക്കാം, പല ആഗ്രഹങ്ങളായിരിക്കാം, പലതരത്തിലുള്ള സങ്കല്പങ്ങളായിരിക്കാം. അപ്പോൾ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രതീക്ഷകളുണ്ടാകാം, ആഗ്രഹങ്ങളുണ്ടാകാം. എപ്പോഴും എല്ലാ സമയവും നമ്മളുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അതുപോലെ പൂവണിയണമെന്നോ അല്ലെങ്കിൽ സഫലമാകണമെന്നോ നിർബന്ധമില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതം വളരെ സുഖകരമായിരുന്നില്ല, സ്വർഗ്ഗതുല്യം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ പ്രതീക്ഷകൾ എപ്പോഴും പൂവണിയും, ഫ്ലറിഷ് ആകും, അല്ലെങ്കിൽ ബ്ലസൂം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്, ബ്ലൂം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും സംഭവിക്കത്തില്ല. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ടാകാം. അതിലൊന്നും തെറ്റൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചും ചില ആഗ്രഹങ്ങൾക്കനുസരിച്ചും ഒക്കെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമൊക്കെ ചിലതൊക്കെ നടക്കുമായിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മളങ്ങനെ സങ്കല്പിച്ചതുകൊണ്ടോ പ്രതീക്ഷിച്ചതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു വശം കൂടെ മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. ഒരുപക്ഷെ അത് അങ്ങനെ പൂർണ്ണമായത് അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളാൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് മറ്റൊരു അതിൻ്റെ മാനസികമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു നമ്മൾ ഭൗതികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് അങ്ങനെ ഒരു വശമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും നടക്കണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. ദാറ്റ്സ് വൺ പാർട്ട് ഓഫ് ദ ഗെയിം, ഇല്ലേ? അത് ഗെയിമിൻ്റെ ഒരു വശമാണ്. അത് സ്വാഭാവികമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റ് ഒരിക്കലും നമുക്ക് ഏതൊരു ക്രീച്ചറിനായാലും, ഏതൊരു സൃഷ്ടിക്കപ്പെട്ട ജീവജാലത്തിനായാലും, മനുഷ്യൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ ജീവിക്കുന്ന എൻവയൺമെൻറ്റ്, എക്കോസിസ്റ്റം, പരിതസ്ഥിതി, ഒരിക്കലും നമുക്ക് അതിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്, നമുക്ക് ത്രെറ്റ്സ് ഉണ്ട്, ഇല്ലേ? ഭീഷണികളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, ചെറുതും വലുതായിട്ടുള്ളത്. ചെറുതൊക്കെ ആകുമ്പം നമ്മളതിനെ പൊതുവെ നമ്മൾ കാര്യമായി എടുക്കാറില്ല, നിസ്സാരവൽക്കരിക്കുകയാണ്. ഇമർജൻസി, ക്രൈസിസ്, ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങൾ കൂടുതൽ നമ്മളുടെ ശ്രദ്ധയിൽ വരാത്തത്. കാരണം അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നില്ല എന്നുള്ളൊരു ബോധം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൈ ഡിഫോൾട്ട് നമുക്കങ്ങനെ ഉണ്ട്. എന്നാലും നമ്മുടെ ജീവിതത്തെ നമുക്കെപ്പോഴും ഒരു ജീവി എന്ന രീതിയിൽ നമ്മളുടെ എക്കോസിസ്റ്റം, നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസും തരുന്നുണ്ട്, അവസരങ്ങളും തരുന്നുണ്ട്. അതുപോലെ തന്നെ ത്രെറ്റ്സ് ഉണ്ട്. ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ, ഓബ്സ്റ്റക്കിൾസ്. കാരണം നമുക്കൊരു കാര്യവും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ഏത് കാര്യം തന്നെയായാലും ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് ഗെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പാത്തില്ല. നമുക്കങ്ങനെ തോന്നുമെങ്കിൽ തന്നെയും അതങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആണ്, അല്ലെങ്കിൽ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആണ്. ലൈഫിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് വി ആർ ട്രാവലിംഗ് ഫ്രം വൺ സ്ട്രഗിൾ ടു അനദർ സ്ട്രഗിൾ. ഒരു സ്ട്രഗിളിൽ നിന്ന് മറ്റൊരു സ്ട്രഗിളിലേക്കാണ്. അതെത്ര വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, എത്ര റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും, എത്ര പവർഫുള്ളെന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും എവരിബഡീസ് ലൈഫ് ഈസ് ജാം പാക്ഡ് എന്ന് നമുക്ക് പറയാം, ഇല്ല, ഫിൽഡ് വിത്ത് അല്ലെങ്കിൽ ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രഗിൾ മാത്രം നമുക്ക് തരുന്ന എൻവയൺമെൻറ്റിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത് നമ്മൾ ആ സ്ട്രഗിളിനെ നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യരാശി ഇതുവരെ നിലനിന്നതും മുമ്പോട്ട് പോകുന്നതും നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചതെല്ലാം ഈ സ്ട്രഗിളിനെതിരെ നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഈ സ്ട്രഗിൾസിനെ ഓരോ വ്യക്തിയുടെയും മുമ്പിലും സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ തന്നെ കളക്റ്റീവായിട്ടും ഒക്കെ തന്നെ നമ്മൾ ആ സ്ട്രഗിൾസിനെ അല്ലെങ്കിൽ ഹാർഡിൽസ്, തടസ്സങ്ങളെയൊക്കെ നമ്മൾ ശ്രമകരമായിട്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിജയമായി തരണം ചെയ്താണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ലൈഫിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. ലൈഫിന് അങ്ങനെ ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എപ്പോഴും. അതാണ് ലൈഫിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രഗിൾ ചെയ്യാതൊരു ലൈഫ് ഈ ഭൂമിയിലില്ല, ഒരു ക്രീച്ചറിനും ഇല്ല. എല്ലാ ക്രീച്ചറും സ്ട്രഗിൾ ചെയ്യുകയാണ്, നമ്മളും മനുഷ്യനും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
ഈ ടോപ്പിക്കിൻ്റെ പ്രധാന വിഷയം എന്നുള്ളത് എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളത് പേഴ്സണലായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ഏറ്റവും അതിൻ്റെ മോശകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്തം എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് നമ്മളതിനെ കാണുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. കാരണം എനിക്ക് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്കങ്ങനെ സംഭവിക്കരുതായിരുന്നു, എന്നോട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെയുള്ള വളരെ എന്താണ് പറയുന്നത് ഒരു ലോ ഇമോഷണൽ സ്റ്റാൻഡേർഡുള്ള പേഴ്സണലായിട്ടുള്ള പേഴ്സണൽ ആയിട്ട് നമ്മൾ കാര്യങ്ങളെ വീക്ഷിക്കുകയും അല്ലെങ്കിൽ അതിനെ നമ്മൾ സമീപിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് അവസ്ഥകളും നമുക്ക് തരുന്നത് എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഫുൾ ഓഫ് ലെസൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? പാഠങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പം ഈ ബുദ്ധിയുള്ള ലോജിക്കലായിട്ടുള്ള വ്യക്തിയും ഇലോജിക്കലായിട്ടുള്ള വ്യക്തിയും, ലോജിക്കുള്ള വ്യക്തിയും ഇലോജിക്കായിട്ടുള്ള ലോജിക്കില്ലാത്ത ഇമോഷണലായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് കൂടുതൽ. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇമോഷൻസിന് നമുക്ക് രണ്ട് സൈഡ് വേണമെങ്കിൽ പറയാം. ഒന്ന് ഹെൽത്തി ഇമോഷൻസ് ഉണ്ട്, അൺഹെൽത്തി ഇമോഷൻ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, കൂടുതൽ ആൾക്കാരും അൺഹെൽത്തി ഇമോഷണലായിട്ടുള്ള ഒരു വശത്തോടാണ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോടാണ് അവർ കൂടുതൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ സൈഡ് ഓഫ് ലൈഫും ഇലോജിക്കൽ സൈഡ് ഓഫ് ലൈഫും രണ്ട് സൈഡാണെങ്കിൽ ഇലോജിക്കൽ സൈഡ് ഓഫ് ലൈഫിൽ കൂടെയാണ് കൂടുതൽ ആൾക്കാരും സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് കാര്യങ്ങളെ അവർ പേഴ്സണലായിട്ട് എടുക്കുന്നത്. പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് സംഭവ വികാസമായാലും ശരി, ചെറുതായാലും വലുതായാലും ശരി, അത് എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിനെ നമുക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രയോജനകരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ലെസൺസ്, പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അല്ല, എന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ വളരെ, ഞാൻ പറഞ്ഞ ലോ സ്റ്റാൻഡേർഡിലുള്ള ഏറ്റവും താണ നിലവാരത്തിലുള്ള ഇമോഷൻസുമായിട്ട് നമ്മളതിനെ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി. കാര്യങ്ങളെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത് എപ്പോഴും. അതിൻ്റെ മെറിറ്റോടുകൂടി മാത്രമാണ് നമ്മളെപ്പോഴും സമീപിക്കേണ്ടതും കാണേണ്ടതും അല്ലെങ്കിൽ നമ്മളതിനെ മാനേജ് ചെയ്യേണ്ടതും. ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്കതിനകത്തിലെ ആ എക്സ്പീരിയൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആ ഒരു സ്പിരിറ്റിൽ അതിനകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ലെസൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തി റിജക്ഷൻ എവിടെയെങ്കിലും ഫേസ് ചെയ്യാണ്ടിരിക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് റിജക്ഷൻ ഉണ്ടാക്കുകയാണ്. റിജക്ഷൻ ഏതെങ്കിലും, ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മളെ റിജക്റ്റ് ചെയ്തു. ആ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട്, എല്ലാ മനുഷ്യരും സാധാരണക്കാരാണ്, നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നിരാശ ഉണ്ടാകും. എന്നെ എടുത്തില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ഒരുപക്ഷെ അത്രയ്ക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നൊക്കെയുള്ള ചിന്തകളിൽ കൂടെ നമ്മളതിനെ ഒരു ഇമോഷണൽ കളറ് നമ്മളതിനെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മളതിനെ പേഴ്സണലായിട്ട് എടുക്കും. മറിച്ച് ഇപ്പോൾ എത്ര ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 100 ഇൻ്റർവ്യൂവിന് പോയി 100 ഇൻ്റർവ്യൂവും പരാജയപ്പെട്ടെന്നിരിക്കട്ടെ. പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെലക്ട് ചെയ്തില്ല. അപ്പം നമ്മൾ വീണ്ടും നമ്മളുടെ ഗോൾ ജോലി ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നമുക്ക് നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് നമുക്ക് പോയേ പറ്റത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം അതാണെങ്കിൽ. ഇപ്പോൾ 100 ഇൻ്റർവ്യൂ നമ്മൾ പോയി, നമുക്ക് 100 ഇൻ്റർവ്യൂവിന് നമുക്ക് സെലക്ഷൻ ലഭിച്ചില്ല. നമ്മുടെ ലക്ഷ്യം ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് 101ാമത്തെ ഇൻ്റർവ്യൂവിന് പോയേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും 101ാമത്തെ ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ 100 ഇൻ്റർവ്യൂവിനും നമ്മൾ എങ്ങനെയാണോ നമ്മളെ പ്രസൻറ്റ് ചെയ്തത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ അൺഹെൽത്തി ഇമോഷണൽ ഒരു അപ്രോച്ചാണെങ്കിൽ, പേഴ്സണലായിട്ട് നമ്മൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല, ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഇപ്പം ഞാൻ വിചാരിക്കണം പുള്ളിക്ക് എന്നെ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് എന്നോട് താല്പര്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം ചെലുത്തിട്ടായിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത് എന്നൊക്കെയുള്ള എന്താണ് പറയുന്നത്, വളരെ വൈകാരികമായിട്ടുള്ള, അതും ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള വൈകാരികമായിട്ടുള്ള തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയും കാര്യങ്ങളെ അങ്ങനെ അപ്രോച്ച് ചെയ്യുകയും സമീപിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ സാധിക്കാതെ വരികയും അല്ലെങ്കിൽ നമുക്ക്
മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തത്. അത് നമ്മൾ കാര്യങ്ങളെ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാണ്. മറിച്ച് നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ ഈ ഇൻ്റർവ്യൂ ഫെയിലായി, എൻ്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാൻ സാധിച്ചുവോ, ഇനി സാധിച്ചെങ്കിൽ തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഇംപ്രഷൻ, ഞാൻ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആ ഒരു തലത്തിൽ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വോയിസിൽ, ടോണിൽ, എൻ്റെ ലാംഗ്വേജിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വയം ആത്മപരീക്ഷണം ചെയ്തിട്ട് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിതൊരു ജോബിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു റിജക്ഷൻ വരികയാണ്, ഇനി അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് ഇനിയും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മളെ റിജക്റ്റ് ചെയ്യാതിരിക്കട്ടെ, ആ ഒരു വ്യക്തി ആണോ പെണ്ണോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ റിജക്ഷൻ നമ്മൾ നേരിട്ടു, അല്ലെങ്കിൽ നമുക്ക് റിജക്ഷൻ ഏത് വ്യക്തിയിൽ നിന്നും എവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡെസ്പറേറ്റ് ആകാതെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പം അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള പിറ്റ്ഫോൾസ്, കുറവുകൾ, ഷോർട്ട് കമ്മിങ്സിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എപ്പോഴും ജീവിതത്തിൽ. അല്ല, പേഴ്സണലായിട്ട് നമ്മൾ കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാര്യങ്ങളെ മാനേജ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ, കാരണം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ പ്രോബ്ലംസ് ആണല്ലോ അതിൽ നിന്നും. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോബ്ലംസാണ്. ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം ആയിരിക്കും, അത് കഴിഞ്ഞാൽ വേറൊരു പ്രോബ്ലം ആയിരിക്കും. ഹെൽത്ത് ആയിരിക്കും, മണി ആയിരിക്കും, ഫൈനാൻസ് ആയിരിക്കും, ഫാമിലി റിലേഷൻസിലുള്ള പ്രശ്നമായിരിക്കാം, ഇല്ലേ വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കണം. ലോജിക്കലായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി. കാര്യങ്ങളെ നമ്മൾ വ്യക്തിപരമായിട്ട് എന്നുള്ള ഒരു തലത്തിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഹിഡനായിട്ടുള്ള മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം ഏത് പ്രശ്നത്തിലും, നമ്മൾ നേരിടുന്ന ഏത് അവസ്ഥയിലും പ്രശ്നത്തിലും ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ട്. അത് എന്തു തന്നെയായാലും ശരി. അപ്പോൾ ആ ഹിഡൻ മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യും. നമ്മൾ വെൻ വി ആർ ഈ ഇമോഷണലി അൺഹെൽത്തി ആകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെൻ വി ടേക്ക് തിങ്സ് പേഴ്സണലി, കാര്യങ്ങളെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരവസ്ഥയിലും നമ്മൾ ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി, വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണരുത്, സമീപിക്കരുത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യരുത്. അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, നമുക്ക് വി ഫെയിൽ ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ്. നമ്മൾ അടുത്ത പടി നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ആ പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു പടി നമ്മൾ എടുക്കുന്നതിൽ നമുക്ക് എന്താണ് പറയുന്നത്, ഈ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് സഞ്ചരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം നമുക്കുണ്ടാകത്തില്ല, കൃത്യത നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആകാൻ നമുക്ക് സാധിക്കത്തില്ല ലൈഫിൽ എന്ന് പറഞ്ഞാൽ. അപ്പം സക്സസ്ഫുൾ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി. നമ്മൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ കാര്യങ്ങളെ സമീപിക്കരുത്, അല്ലെങ്കിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യരുത്. അപ്പോൾ അതാണ് നമുക്ക് ഈ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും, അത് വ്യക്തികളുടെ, ഞാൻ പറഞ്ഞു, നമ്മളുടെ ഇമോഷൻസ്, നമുക്ക് ഇമോഷണൽ ആകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒരു വ്യക്തിക്ക് ഇമോഷണൽ ആകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മൾ ഇമോഷണൽ ബീയിങ്സാണ്. നമ്മൾ എത്രയൊക്കെ വലിയ ലോജിക്കൽ, റാഷണൽ, യുക്തിയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും ശരി, എല്ലാ വ്യക്തികളിലും ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ആ നമ്മളുടെ ഇമോഷൻസ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ളതാണ് നമ്മുടെ ലൈഫിനെയും അതുപോലെ തന്നെ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ ലൈഫിനെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ നമ്മൾ അൺഹെൽത്തി ഇമോഷൻ വെച്ച് പുലർത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളെ അത് സ്പോയിൽ ചെയ്യും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഹെൽത്തി ആക്കുക, അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന അവസ്ഥകൾ, കണ്ടീഷൻസിൽ നമ്മൾ ഹെൽത്തി ഇമോഷൻ്റെ ബേസിൽ നമ്മളതിനെ സമീപിക്കുക, കാര്യങ്ങളെ പേഴ്സണലായിട്ട് നമ്മൾ സമീപിക്കാതിരിക്കുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കാതിരിക്കുക, പ്രോബ്ലംസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് ഓഫ് ലൈഫ്, പ്രോബ്ലംസ് ഓഫ് ലൈഫ്,
അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ മാനേജ് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും നമുക്ക്. അതിനകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹിഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഹിഡൻ ലെസൺസ്, അല്ലെങ്കിൽ അതിനകത്തിൽ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാകും. എന്താണ് നമ്മൾ ജീവിതത്തിൽ ഏത് രീതിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒട്ടുമിക്ക പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. മനുഷ്യർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം, അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ ശരിയായിട്ട് ഡയഗ്നൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ആ ഡയഗ്നൈസ് ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെ വ്യക്തിപരമായിട്ട് ഈ അൺഹെൽത്തി ഇമോഷൻ, അനാരോഗ്യപരമായിട്ടുള്ള ഇമോഷൻസ്, വൈകാരികത നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു രോഗവുമായിട്ട് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ ഫിസിഷ്യൻ അതിനെ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്യൂസിനെ, പ്രോബ്ലംസിനെ നമ്മൾ കൃത്യമായി ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് മെഡിസിനായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡയഗ്നൈസിസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ തലത്തിൽ നിന്നുകൊണ്ട് മാത്രം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ അനാരോഗ്യപരമായിട്ടുള്ള വികാരങ്ങളും ഈ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ചാബല്യങ്ങളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കുന്നതെങ്കിൽ വി കനോട്ട് പ്രോപ്പർലി ഡയഗ്നൈസ്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് വി കോണ്ട് പ്രിസ്ക്രൈബ് ദ റൈറ്റ് മെഡിസിൻ ഇൻ ദ ഫോം ഓഫ് സൊല്യൂഷൻ. മനസ്സിലല്ലോ, പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കത്തില്ല. ബിക്കോസ് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ റിയൽ പ്രോബ്ലം ഈസ്. ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ഡയഗ്നോസിസ് വേണം. പ്രോപ്പർ ഡയഗ്നോസിസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ അവർ ഹെൽത്തി ഇമോഷൻസ് ആൻഡ് ഓൾസോ നമ്മൾ ഡോണ്ട് ടേക്ക് തിങ്സ് പേഴ്സണലി. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് എന്നുള്ളവരെ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ. ഹാവ് എ നൈസ് ഡേ.